പച്ചത്തക്കാളി ഉപയോഗിച്ച് മപ്പാസ് ഉണ്ടാക്കുന്ന വിധം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. സവാള, ചുവന്നുള്ളി, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ചുവന്ന മുളക് ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചത്തക്കാളിയും കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ടു. അത് പൊട്ടി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും എല്ലാം ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. വഴറ്റിയത് അല്പം ചുവന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, അല്പം കുരുമുളക് പൊടി, ഒരല്പം മല്ലിപ്പൊടി, മസാലപ്പൊടി, ഇത്രയിട്ട് ഇളക്കാം. ഒന്ന് ചൂടായി കഴിഞ്ഞു. ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു ചെറിയ കഷ്ണം കായം ഇട്ട് കൊടുക്കാം. ചേരുവകളെല്ലാം ചേർത്ത് തക്കാളി ഇട്ട് ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ, രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തക്കാളി വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ വാങ്ങി ചൂടോടെ നമുക്ക് ഉപയോഗിക്കാം. ഒരു സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ കുപ്പി പാത്രത്തിലോ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ചൂടോടെ ഉപയോഗിക്കാം.